സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. ഏളനാട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ കർഷകരെയും ജനങ്ങളെയും സർക്കാർ വഞ്ചിക്കുകയാണെന്നും പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടിയായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് പറഞ്ഞു. നിലവിൽ ഏളനാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ ജനങ്ങളെ ഉൾപ്പെടുത്തി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് ഏളനാട്, INTUC പ്രസിഡന്റ് എൽദോസ് ഐസക്, മണ്ഡലം സെക്രട്ടറി പ്രസാദ് തുടങ്ങിയവർ അറിയിച്ചു. ഏളനാട് വെള്ളടി മേഖലയിലും ആനശല്യം തുടർന്നു വരികയാണ്. മിനിയാന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി, ഏളനാട് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഫോറസ്റ്റ് മാർച്ചും പരിപാടികളും നടക്കുകയുണ്ടായി. മിനിയാന്ന് 2 ദിവസം അതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയെങ്കിൽ പോലും വെള്ളടി മുതൽ ഏകദേശം നീളംപള്ളിയാൽ വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം നിരന്തരം കൃഷിനാശവും ആനശല്യവും തുടർന്നു വരികയാണ്. ഇന്നലെ രാത്രിയാണ് വെള്ളടിയിൽ വാസുവേട്ടൻ, പുത്തൻപുരയിൽ വാസുവേട്ടൻ്റെ ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പറമ്പിലും കൃഷിനാശം അടക്കമുള്ള ആനശല്യം നടന്നു വരികയാണ്. ഇതിനെതിരെയായി അതിശക്തമായി പ്രതികരിച്ചിരുന്നു. സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെട്ടത് 3-4 മാസങ്ങൾക്ക് മുമ്പ് സോളാർ വേലിക്ക് വേണ്ടി ടെൻഡർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇതുവരെയായി അതിൻ്റെ പ്രവർത്തനം ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. അത് അതിശക്തമായ രീതിയിൽ ഇവിടെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനം. നമ്മൾക്ക് വേണ്ടത് ഇവിടെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ആന ഇറങ്ങിയിട്ടുള്ളത്. ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഇറങ്ങി ജനവാസ മേഖലയിലുള്ള പട്ടയമുള്ള ആധാരമുള്ള ഭൂമിയിൽ കൃഷിനാശമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വാഴ, അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെ ഉള്ള എല്ലാ വൃക്ഷങ്ങളും, അതുപോലെ തന്നെ മറ്റ് കൃഷി സാധനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൻതോതിലുള്ള പ്രക്ഷോഭത്തിന് ഇവിടെ തുടക്കം കുറിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മിനിയാന്ന് ഇത്തരം പരിപാടികൾക്ക് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. ഇത് അധികൃതർ കാണുകയും ഇത് ശക്തമായ രീതിയിൽ ഇതിനുള്ള നടപടിക്രമം ഉണ്ടായില്ലെങ്കിൽ നാളെ ഇതിന് വേണ്ട പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുപോലെ തന്നെ ഇത് അന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നടന്നിട്ട് ഇതിനൊരു ലക്ഷ്യം കാണുന്നില്ലെങ്കിൽ ഇത് മച്ചാട് റേഞ്ച് ഓഫീസിലേക്കും ഇതിൻ്റെ പ്രക്ഷോഭ പരിപാടികൾ നീട്ടും എന്ന് നമ്മൾ അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. അത് നാളുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ നിർത്തലാക്കാൻ വേണ്ട നടപടികളുമായിട്ട് അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയാണ് ഇവിടെ മൊത്തം ആന ഇറങ്ങി വൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കൂടി അറിയിക്കുകയാണ്. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ. SSLC +2 കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ, ഭാവി സുരക്ഷിതമാക്കൂ. ജീവിത വിജയം നേടിയ 10,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും. പഠനം വളരെ എളുപ്പം. പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ, ടാബ്, GSM പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി, നേരിട്ട് വിദേശാവസരങ്ങളും. ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.